നമ്മൾ ഈ സ്ഥലത്ത് വന്നു, അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് വന്നു, ഈ വിറവിൻ്റെ ഇടയിൽ ഇരിക്കുന്നു എന്നാണ് കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല, ഒത്തിരി കോളുകൾ ഇനി വെയിറ്റിങ്ങിലുണ്ട്. നമുക്ക് എന്തായാലും ഈ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാരി മാറ്റി നോക്കാം, ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരുപാട് സമയമായതുകൊണ്ട് പോയിട്ടുണ്ടോ എന്നറിയില്ല, ഒരുപാട് സമയമായി ഇവർ കണ്ടിട്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം നമുക്ക് കളയാനില്ല. എന്താ തടി ഇതായിരിക്കുന്നു, തടി എടുത്തപ്പോൾ താഴേക്ക് വീണു. അപ്പോൾ എന്തായാലും ഇതിനകത്തുണ്ട്, പോയിട്ടില്ല. ഒരു കുഞ്ഞ് അതിഥി, അത്ര വലുതൊന്നുമല്ല, ചെറിയൊരു അതിഥി. എന്തായാലും ഇവർ ഒരുപാട് സമയം കാത്തിരുന്നുവെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ട് പോയില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഒരു തവള കിടപ്പുണ്ട്. അദ്ദേഹം തവളയെ പിടിച്ചിട്ട് ഇരുന്നുകൊണ്ടായിരിക്കാം അതവിടെ ഇരുന്നത്. ഇത് അധികം പ്രായമൊന്നുള്ള അതിഥിയല്ല, കഴിഞ്ഞ ഈ വർഷം തന്നെ 2016 ജനിച്ച അതിഥി തന്നെയാണ്. കാരണം 2016 ജനിച്ചു വന്നപ്പോൾ പാമ്പുകളുടെ ഇണചേരൽ സമയം ഞാൻ പറയാണ്ട്, നവംബർ ഡിസംബർ ജനുവരി പാമ്പുകളുടെ ഇണചേരൽ സമയമാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച് മുട്ടയിടൽ സമയമാണ്. മാർച്ച് കഴിഞ്ഞാൽ മാർച്ച് അവസാനം ഏപ്രിൽ മെയ് മുട്ട വിരിയുന്ന സമയമാണ്. അപ്പോൾ ഈ വർഷം തന്നെ ഏപ്രിൽ മെയ്യിൽ വിരിഞ്ഞ ഒരു കുഞ്ഞൻ അതിഥിയാണ് ഇദ്ദേഹം. ഏകദേശം 6 മാസത്തിന് അടുത്ത് മാത്രമേ പ്രായമുള്ളൂ. ഇദ്ദേഹം ഫീമെയിൽ പെണ്ണാണ്. എന്തായാലും ഇദ്ദേഹത്തിന് നമ്മുടെ പ്രേക്ഷകർ, അത്ര വലുതൊന്നും അല്ലാത്തൊരാൾ, അത്ര ഒരു വലിയ സംഭവമൊന്നുമല്ല, ഒരു കുഞ്ഞനാണ്. അദ്ദേഹത്തെ നമ്മൾ പേടിപ്പിക്കുന്നില്ല. അദ്ദേഹം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു പുറത്തേക്ക്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കുഞ്ഞൻ അതിഥി. അത്ര പ്രായക്കാരനൊന്നും അല്ലാത്തൊരു അതിഥിയാണ്. വെറും 4 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള സ്പെട്ടിക്കിൾ കോബ്ര എന്നറിയപ്പെടുന്ന, മൂർഖൻ എന്നറിയപ്പെടുന്ന, സർപ്പം എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. നമുക്ക് കാണാം ഇദ്ദേഹത്തെ. നോക്കൂ, ഫീമെയിൽ പെണ്ണ്. ഇവിടെ വരാൻ സാധ്യത എനിക്ക് തോന്നുന്നത്, ഇവിടെ ഒരുപാട് ഈ മേഖലയിലൊക്കെ ഞാൻ ഒരുപാട് പാമ്പുകളെ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അതിഥികളെ നമുക്ക് പല സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. ഇവിടെ പാമ്പുകളുടെ സാന്നിധ്യമുള്ളൊരു ഏരിയയാണ്, കോബ്രയുടെ സാന്നിധ്യമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും ഈ 4 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു 5 അടിയോളം നീളമുള്ള പെൺമുറുക്കൻ പാമ്പിനെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെട്ടതാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ അധികം വിഷമിപ്പിക്കുന്നില്ല. മഴയുടെ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഈ വിടുന്നൊരു ബോട്ടിൽ വാങ്ങി, ബോട്ടിലിൽ അടച്ച് അടുത്ത സ്ഥലത്തേക്ക് ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്. നമുക്ക് ഇന്നിത്തിരി അശാന്തമായ പണിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കല്ലൊക്കെ മാറ്റേണ്ടി വരുന്നത്. നമുക്ക് തുടങ്ങാം ഇന്നത്തെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ജോലി. എന്തായാലും നമ്മൾ കുറച്ച് പകുതി കല്ലേ മാറ്റി നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് ചപ്പ കിടക്കുന്നതുകൊണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ബാക്കി കുറച്ച് കല്ലുകൂടെ ഉണ്ട്, അതിൽ മാറ്റി നോക്കാം. ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇത്രയും അശ്രാന്തമായിട്ട് കഷ്ടപ്പെട്ടുവെങ്കിലും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ആ പെങ്ങൾ കണ്ടത് ചിലപ്പം കൊച്ചിനെയും കൊണ്ട് കൊച്ചിനെ ഉറക്കി കിടന്നപ്പോൾ അമ്മയും കൂടെ ഉറങ്ങിക്കാണ്, സ്വപ്നം കണ്ടതായിരിക്കും എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്തായാലും നമ്മൾ ആദ്യം കണ്ട സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. വലിയൊരു രാജവെമ്പാലയുടെ
കുഞ്ഞായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ രാജവെമ്പാല അല്ല, മൂർഖൻ അല്ല, ഒരു കുഞ്ഞ് ചേര. ഇതായിരിക്കും നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ വയറ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ അതിഥിയെ അല്ലെങ്കിൽ ആ കുഞ്ഞൻ സേരയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയിലെ അടുത്ത അതിഥി ഫീമെയിൽ റാറ്റ് സ്നേക്ക് അഥവാ ചേര തന്നെയാണ്. മഞ്ഞ ചേര എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ്. ഇദ്ദേഹം ആ കല്ലിനകത്ത് വന്നിട്ട് അദ്ദേഹം തവളയെ പിടിച്ചുകൊണ്ട് ഉല്ലസിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ അദ്ദേഹത്തിനെ പിടിക്കാൻ ശ്രമിച്ചതിൽ പിടികൂടിയത്. നമുക്ക് കാണാം. അമ്മ ചേര, 3 വയസ്സ് കഴിഞ്ഞിരിക്കാം ഇദ്ദേഹത്തിന് പ്രായം. കഴിഞ്ഞ ഈ സീസണിൽ മുട്ടയിട്ട അമ്മ തന്നെയാണ്. ഏകദേശം 14 മുട്ടകളോളം ഏതോ മാളങ്ങളിൽ നിക്ഷേപിച്ച് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട അമ്മ തന്നെയാണ് ഇദ്ദേഹം. വേറെ പ്രത്യേകതയുള്ള ഈ വീട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുന്നേ, 1 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഒരു മുറുക്കൻ പാമ്പിനെ പിടികൂടി. അത് ഒരു 4-5 മണിക്കൂർ അശ്രാന്തമായി പരിശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനെ പിടികൂടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോഴും ഏകദേശം 1 മണിക്കൂറോളം പാറയൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തിനെ പിടികൂടാൻ കഴിഞ്ഞത്. ഏകദേശം 3 വയസ്സ് കഴിഞ്ഞിട്ട് 4 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ റാറ്റ് സ്നേക്ക് അഥവാ ചേര തന്നെയാണ്. എന്തായാലും ഇതിനെ ഇപ്പോൾ ഇവർക്ക് ചൂട് കൂടിയുണ്ട്. ഇവർക്ക് വെള്ളം ബോഡിയിൽ ചൂടടിക്കുന്നുണ്ട്, ശരീരത്തിൽ ചൂടടിക്കുന്നുണ്ട്. വെള്ളം ആവശ്യമാണ്, വെള്ളം അനിവാര്യമാണ്. അതുകൊണ്ടായിരിക്കും വീടിൻ്റെ പരിസരത്താകുമ്പം ബാത്റൂമിൻ്റെ അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ പാത്രം കഴുകുന്നിടത്തുള്ള വേസ്റ്റ് വെള്ളമൊക്കെ ചെല്ലുന്നുണ്ട്. ആ ഭാഗത്ത് എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി, സ്ഥലം ഒക്കെ വന്ന് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതൊന്ന് അളന്ന് എത്ര സെൻറ് ഉണ്ടെന്നൊക്കെ അതിന് ശേഷം വേണം നമുക്ക് വില നിശ്ചയിക്കാൻ. എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി. ഈ കാണുന്ന പാറ ഇടിക്കകത്ത് സ്ഥിരമായിട്ട് ഈ അതിഥി വന്ന് കയറുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും കാണാൻ കഴിയുന്നില്ല. ഒരു അത്ര വലിയ ഹോളൊന്നുമല്ല, ചെറിയൊരു ഹോളാണ്. അപ്പോൾ ഇവർ നേരത്തെ ഇദ്ദേഹത്തിനെ കണ്ടു, ഇദ്ദേഹം തലയിട്ടു എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും എൻ്റെ അടങ്കൽ പണി തുടങ്ങാൻ പോവാണ്, മതിൽ പൊളിച്ച് മാറ്റാൻ പോവുകയാണ്. നമുക്ക് കല്ലക്കിളക്കി നോക്കാം നമ്മുടെ അതിഥി ആരാണ്. എന്തായാലും നമ്മൾ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. നമ്മൾ അതിഥി ഇതായിരിക്കുന്നു, ഇറങ്ങിപ്പോകും. നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ പിടിക്കുന്നില്ല, അദ്ദേഹം പോട്ടെ. നമ്മളിത് പറമ്പായതുകൊണ്ട് ഇദ്ദേഹത്തിനെ അങ്ങ് നമ്മൾ തുറന്നു വിടുകയാണ്. നോക്കിയോളൂ, ഇദ്ദേഹം ഫീമെയിലാണ്, പെണ്ണാണ്. ഇദ്ദേഹത്തിൻ്റെ വാല് എവിടെയോ കുരുങ്ങിയിരിക്കുകയാണ്, അതാണ് അദ്ദേഹം ഇറങ്ങാത്തത്. എന്തായാലും നമ്മുടെ ദൗത്യം അത്ര പാഴായില്ല, അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. വന്ന് 5-6 കല്ലിളക്കി ഉടനെ അത് കിട്ടി. പക്ഷേ ഇദ്ദേഹം വിളിച്ചപ്പോൾ എന്നെ തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് സാർ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറേ അത് കൺഫേം ചെയ്യണം, അത് ചിലപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും അവർ കറക്റ്റായിട്ടത് കറക്റ്റ് ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം സാറിൻ്റെ ഗതിയിൽ ഞങ്ങൾ ആദ്യത്തെ കുളങ്ങനെ പറമ്പിൽ കണ്ടു, അത് കണ്ടു ചെല്ലുമ്പോൾ അത് കിട്ടാറില്ല. പക്ഷേ ഇതിപ്പോൾ എന്തായാലും അവരുടെ നല്ല ഇൻഫർമേഷൻ കൃത്യമായിരുന്നു. കറക്റ്റ് നമ്മൾ അധികം കല്ല് പൊളിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന് തല കാണാൻ കഴിഞ്ഞു, പിന്നെ അദ്ദേഹത്തിനെ കൈക്കലാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഒരു പ്രത്യേകതയുള്ളത്, ഇവിടെ ഇതൊരു അത്ഭുതമല്ല. കാരണം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് താണ്ടിക്കഴിഞ്ഞാൽ വനമാണ്. അപ്പോൾ ഇതൊരു അത്ഭുതമൊന്നുമല്ല. അപ്പോൾ ഇത് ഇവർ ഇവിടെ അപൂർവമായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇത് അധികം
അധികം പ്രായക്കാരനല്ലാത്ത, എന്നാൽ അധികം ചെറുപ്പക്കാരനുമല്ലാത്ത, എന്നാൽ ഒരു വയസ്സിനും അല്ലാത്ത ഒരു 7 വയസ്സ് മാത്രം, 7 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു സ്പെക്ടിക്കിൾഡ് കോബ്ര അഥവാ മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗം തന്നെയാണ്. പക്ഷെ നല്ല പത്തി. സാധാരണ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അതിഥികളെ, സർപ്പങ്ങളെ പരിചയപ്പെടുന്നു. ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെയൊക്കെ പരിചയപ്പെടുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ. പക്ഷേ ഇദ്ദേഹം അതല്ല. ഇദ്ദേഹത്തിൻ്റെ പത്തി തന്നെ നമുക്ക് കാണാം. നല്ല ഒഴുക്കൻ, അതായത് കണ്ണിൻ്റെ പുറകിൽ നിന്ന് വീതി കൂടിയിട്ട് താഴേക്ക് വീതി കുറഞ്ഞു പോകുന്നൊരു പത്തി. അതായത് രാജവൻപാലയുടെ പത്തി ഏകദേശം ഇതുപോലെയാണ്. ഇദ്ദേഹത്തിനിപ്പോൾ കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് ഇദ്ദേഹം തന്നെ നമുക്ക് വായി തുറന്ന് കടിക്കാനായിട്ട് വരുന്നു. നാവ് നല്ല നീളത്തിലേക്ക് എയിം ചെയ്യുകയാണ്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്ന മറ്റൊരു പ്രത്യേകത, ചട്ട പൊഴിച്ചതിന് ശേഷം ഇദ്ദേഹം ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവർ സ്ഥിരം കാണുന്നില്ല. അതിനിടയ്ക്ക് എത്ര 2 മാസമായിരുന്നു പിന്നെ കണ്ടിട്ട് നിങ്ങൾ? 2 മാസത്തോളമായി. അപ്പോൾ 2 മാസത്തോളം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പാമ്പുകളുടെ ഇണചേൽ സമയം നവംബർ, ഡിസംബർ, ജനുവരിയാണ്. അത് കഴിഞ്ഞ് ഫെബ്രുവരിയൊക്കെ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച് മുട്ടയിടുന്ന സമയമാണ്. ഏപ്രിൽ, മെയ് മുട്ട വിരിയുന്ന സമയമാണ്. ആ മുട്ട വിരിയുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭക്ഷണം തേടി, ഇണയെ ചേർന്നാലും ഭക്ഷണം തേടാറില്ല. ഫീമെയിൽ പെൺമുർക്കൻ പാമ്പുകൾ. അത് കഴിഞ്ഞ് അവർ ഭക്ഷണം തേടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ നിങ്ങളുടെ ഈ മേഖലയിലൊക്കെ പറമ്പിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ അതിഥികളെ കാണുകയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ നിങ്ങൾ രാത്രി റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന പ്രിയ സഹോദരന്മാർ നിർബന്ധമായിട്ട് ചെരുപ്പ് ഉപയോഗിച്ച് കാല് ഇട്ട് തട്ടി നടന്ന് തന്നെ പോകണം. അതുപോലെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഹെഡ്ലൈറ്റോ ടോർച്ചോ ഒന്നും ഇല്ലെങ്കിലും ചെരുപ്പ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. തട്ടി നടന്നു പോയി. ഇപ്പോൾ പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയത്ത് ചപ്പിനകത്തൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളിരിക്കാം. അപ്പോൾ നമ്മൾ അറിയാതെ പോയി ചപ്പിൽ ചവിട്ടുമ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് കടിയേൽക്കാം. മേൽഭാഗത്ത് കടിയേൽക്കാം. അടിഭാഗത്ത് തൊലിക്ക് കട്ടിയുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ വേദന ഉണ്ടാകത്തില്ല. ചിലപ്പോൾ 1, 2, 3, 4, 5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോഴേക്കായിരിക്കും നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കുറഞ്ഞ സിൽപ്പർ ചപ്പലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. സിൽപ്പർ ചെരുപ്പെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. കഴിവിൻ്റെ പരമാവധി അപകടങ്ങളെ വിളിച്ചു വരുത്താതെ, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനായിരുന്നു നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തായാലും നമ്മുടെ ഈ 7 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് സർപ്പം, നാഗം, മൂർഖൻ, ഇദ്ദേഹത്തിന് നമുക്കൊരു ചെറിയ നമ്മുടെ കൗമുദി ടീമിൻ്റെ ഒരു ചുംബനം. എന്നാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം, തെന്മല ഇടമണ്ണിനടുത്തുള്ള ദൗത്യം കഴിഞ്ഞു. നമ്മൾ ഈ അതിഥി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാം ഇതൊരു ചെറിയ ബോട്ടിലാണ്. നമ്മൾ ചെറിയ മാളത്തിൽ ചുരുങ്ങിയിരിക്കുന്ന അതിഥികളെ നമുക്ക് കാണാൻ കഴിയും. ഇത് നല്ല സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 5.5 അടിയോളം നീളമുണ്ട്. നോക്കൂ, ഞാൻ 5 അടി 9 ഇഞ്ചുണ്ട്. 5 അടിയോളം നീളമുണ്ട്. നമുക്ക് ഈ അതിഥിക്ക് ധാരാളം മതിയാവും ഈ ബോട്ടിൽ. കാരണം ഈ ബോട്ടിൽ നമ്മൾ വെച്ചിരിക്കുകയല്ല. ഈ ബോട്ടിൽ ആക്കിയതിന് ശേഷം നമ്മളതിനെ പോയിട്ട് ഉടനെ തുറന്നു വിടുകയല്ല. അപ്പോൾ ഈ ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ചെറിയ ബോട്ടിൽ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഇതിനകത്ത് ഇങ്ങനെ തള്ളിക്കയറ്റാൻ ശ്വാസം കിട്ടുമെന്നൊക്കെ. എന്തായാലും ശ്വാസം കൊടുക്കാനായിട്ട് നമ്മൾ ഹോൾ ഇടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ 7 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള അമ്മ സർപ്പം സംസ്കൃതമാണ്, നാഗ് ഹിന്ദിയാണ്, നല്ലാത്തൻ പാമ്പ് തമിഴാണ്, മൂർഖൻ മലയാളമാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിൽ ഇവരെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ സമയം പാഴാക്കുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്രയാണ് കൗമുദി ടീമിൻ്റെ യാത്ര. എന്തായാലും അത് അവസാനിക്കാതിരിക്കട്ടെ. അവസാനിക്കുന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി യാത്ര ചെയ്യാം.